കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തനി നിറം പുറത്തു വരുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടുകൂടി ഇതാ കാണൂ CJPയുടെ തനി നിറം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ വീഡിയോകളുമായി എത്തിയിരിക്കുന്നത്. അതൊരു കാര്യമില്ലേ എന്നാണ് നമ്മളിപ്പോൾ അത് നോക്കിക്കാണുമ്പോൾ വായിച്ചെടുക്കുമ്പോൾ വായിക്കാൻ സാധിക്കുന്നത്. കാരണം CJPയുടെ തനി നിറം ഇതായിരുന്നോ എന്ന് പലരും ചിന്തിക്കുകയാണ്. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി CJP ഡൽഹിയിലെ ജന്തർ മന്ദറിന് മുന്നിൽ നടത്തിയ 37 ദിവസം നീണ്ടുനിന്ന സമരം ലക്ഷ്യം കണ്ടതിന് പിന്നാലെ പ്രവർത്തകർ നടത്തിയ വിജയാഘോഷം വിവാദമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു സമരം നടത്തി കഴിഞ്ഞാൽ ആ സമരം വിജയിച്ചു കഴിഞ്ഞാൽ വിജയാഘോഷം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ നടത്തിയ രീതി, നടത്താൻ വേണ്ടി ചിലവാക്കിയ തുക, നടത്താൻ അവർ തീരുമാനിച്ച സ്ഥലം, ഇവ എല്ലാമാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ വലിയ ആർഭാടത്തോടെ ഇവർ അവിടെ അതിൽ പങ്കെടുത്തിരുന്ന കുറച്ച് വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് അവർ പാർട്ടി നടത്തുകയും ആഘോഷിക്കുകയും നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ജന്തർ മന്ദറിന് മുന്നിൽ ചക് ദേ ഇന്ത്യ പാട്ടൊക്കെ വെച്ച് വലിയ ഡാൻസും ആർപ്പുവിളികളും ആഘോഷവും ഒക്കെ നടന്നു. അതിനുശേഷമുള്ള രാത്രിയുള്ള നിശാ പാർട്ടിയായിരുന്നു 5 സ്റ്റാർ ഹോട്ടലിൽ നടന്നത്. ഇതിലെ പ്രധാനികളൊക്കെ CJPയുടെ പ്രധാനികളൊക്കെ തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ ഉയർന്നു വരുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് പോലീസിന്റെ മർദ്ദനമേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ അവസ്ഥ വളരെ ഗുരുതരമായി തുടരുന്നു. അവരുടെ ചികിത്സയ്ക്കായുള്ള തുക അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. മാത്രമല്ല, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവർ നാഴിക്ക് 40 വട്ടം ഉയർത്തിക്കാട്ടിയ പ്ലക്കാർഡിലെ മരണപ്പെട്ടുപോയ വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാരുടെ മുന്നിൽ നടത്തുന്ന ഈ കോലംകളി അത് വെറും തഴം താഴ്ന്ന പരിപാടിയല്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഡൽഹിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ CJP പ്രവർത്തകർ നടത്തിയ ആഘോഷത്തിന്റെ വീഡിയോയാണ് പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെയാണ് സംഘടനയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് പിന്നാലെയാണ് ഈ ആഘോഷം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വൈറലായ വീഡിയോയിൽ CJP വക്താക്കളായ സൗരവ് ദാസ്, അതുപോലെ തന്നെ അശുതോഷ് റാങ്ക എന്നിവരും ഉണ്ട്. അത് മാത്രമല്ല, മറ്റു പ്രവർത്തകരും സംഗീതത്തിന് ചുവടുവെക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. CJP സ്ഥാപക അധ്യക്ഷൻ അഭിജിത് ദീപ്കെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ സമരം വിജയിച്ചതിന് പിന്നാലെ CJP പ്രവർത്തകർ ഹോട്ടലിൽ പാർട്ടി നടത്തിയതിനെതിരെയാണ് വിമർശനം. പരിക്കേറ്റവർ ആശുപത്രിയിൽ തുടരുമ്പോൾ ഹോട്ടലിൽ പാർട്ടി നടത്തിയത് അനുചിതമാണോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം. ജന്തർ മന്ദറിലെ സമരം വിജയത്തിന് പിന്നാലെ ഹോട്ടലിൽ കോക്രോച്ച് ജനതാ പാർട്ടി വോളണ്ടിയർമാർക്കായി പാർട്ടി സംഘടിപ്പിക്കുകയായിരുന്നു. ഈ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നത്. ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സംഘർഷാവസ്ഥ തുടരുകയും ഡൽഹി സംഘർഷത്തിൽ പരിക്കേറ്റവർ ആശുപത്രിയിൽ തുടരുകയും ചെയ്യുമ്പോൾ ഈ ആഹ്ലാദ പ്രകടനം അനുചിതമാണെന്നാണ് വിമർശനം. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ, വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് റാങ്ക അടക്കമുള്ളവർ പാർട്ടിയിൽ പങ്കെടുത്തു. അഭിജിത് പങ്കെടുത്തോ ഇല്ലയോ എന്ന് വ്യക്തതയില്ല. പാർട്ടി നടത്തിയാണോ നീറ്റ് വിഷയത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്ന് BJP വക്താവ് ഷഹദാസ് പൂനവാല ചോദിച്ചു. ജന്തർ മന്ദർ സമരത്തിൽ സ്ഥിരമായി ഭക്ഷണം എത്തിച്ചിരുന്ന മുഹമ്മദ് ജുനൈദിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാത്തതിനെതിരെയും വിമർശനം ഉയർന്നുണ്ട്. CJP പ്രവർത്തകരുടെ ആഘോഷം നടന്നത് ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ആയിരുന്നുവെന്ന റിപ്പോർട്ടുകൾ വലിയ വിമർശനത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി സുപ്രീം കോടതി അഭിഭാഷകനും BJP രാജ്യസഭാംഗവുമായ മഹേഷ് ജന്മാലിനി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഡൽഹിയിൽ CJP നടത്തിയ പ്രക്ഷോഭത്തിന് പിന്നാലെ സംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും നിലനിൽക്കുമ്പോൾ യുവാക്കൾ നടത്തിയ ആഘോഷം ഉചിതമായിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആഴ്ചകൾ നീണ്ടുനിന്ന സമരത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് മഹേഷ് ചോദ്യം ഉയർത്തുന്നുണ്ട്. സമരകാലത്ത് പ്രവർത്തകർക്കായുള്ള യാത്ര, ഭക്ഷണം, താമസം, മറ്റ് ചെലവുകൾ എന്നിവയ്ക്ക് പണം നൽകിയത് ആരാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ ചോദിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് CJPയുടെ പ്രവർത്തന രീതി, ധനസ്രോതസ്, സമരശേഷമുള്ള വിജയാഘോഷം എന്നിവയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ ശക്തമായിട്ടുണ്ട്. സംഘടനയെ പിന്തുണയ്ക്കുന്നവർ ആഘോഷത്തെ ന്യായീകരിക്കുമ്പോൾ വിമർശകർ ധനസ്രോതസ്സിനെ കുറിച്ചും സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു ആഘോഷം സംഘടിപ്പിച്ചതിന്റെ ഔചിത്യത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തണം. മാത്രമല്ല, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇത്രയും വിപുലമായ ഹോട്ടലിൽ ഈ ഒരു പാർട്ടി നടത്താനുള്ള പണം എവിടെ നിന്നായിരുന്നു എന്ന വ്യക്തമായ കണക്കും വരണം. എന്തായാലും ഈ ഒരു കണക്കിന് പിന്നാലെ തന്നെ പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും നമുക്ക്
സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് ഉയർന്നു വന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യം നമുക്ക് കേൾക്കാം. CJP പ്രൊട്ടസ്റ്റിൽ വിജയിച്ചതിന്റെ പാർട്ടിയാണ്, അതും 5 സ്റ്റാർ ഹോട്ടലില്. നിങ്ങൾ സമരം ചെയ്ത സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. 21 കുട്ടികളുടെ ജീവൻ, കുട്ടികളുടെ ഫ്യൂച്ചർ, ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ സമരം ചെയ്തത്. എന്നിട്ട് ആ സമരത്തിൽ വിജയിച്ചപ്പോഴത്തേക്കിനും ആ 21 കുട്ടികളെ പറ്റി ചിന്തിക്കാതുള്ള ഈ ഒരു പാർട്ടി അല്പം ഉളുപ്പ് മര്യാദ എന്ന് പറഞ്ഞ സാധനം. നിങ്ങളുടെ വിജയത്തിൽ നിങ്ങൾക്ക് ആഹ്ലാദിക്കാം, ആഘോഷിക്കാം, പക്ഷെ അത് 21 കുട്ടികൾ മരിച്ച ഒരു വിഷയത്തിലായിരിക്കരുത്. ഇവിടെ നിങ്ങൾ വിജയം ആഘോഷിക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. ആ മരിച്ച കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് ഉണ്ട്. അതൊന്നും നിങ്ങൾ ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ആ കുട്ടികളുടെ പേരും പറഞ്ഞ് സമരം ചെയ്തതിലൊക്കെ എന്താണ് അർത്ഥം ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ ആ കുട്ടികളെ മറന്നുകൊണ്ടുള്ള ഈ ആഘോഷം പാടില്ല. ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും ആളുകൾക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു പാർട്ടി നടത്തണമെങ്കിൽ ഇതിനുള്ള ഫണ്ട് എവിടുന്ന് പോകുന്നു, ആര് കൊടുക്കുന്നു, ആർക്കറിയാം? അത് മാത്രമാണ് ഇവനൊക്കെ സമരത്തിന്റെ പേരിൽ അവിടെ കാട്ടിക്കൂട്ടിയ പരിപാടികൾക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ ഭക്ഷണം എത്തിച്ച UP-കാരൻ മുഹമ്മദ് ജുനൈദ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനുണ്ട്. അങ്ങനെ UP പോലീസ് പൂട്ടി. ഇത്രയും ദിവസം സൗജന്യമായിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എവിടുന്നാണ് ക്യാഷ്, അതിന്റെ സോഴ്സ് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പെട്ടിരിക്കുക. ഒരു വശത്ത് 21ഓളം കുട്ടികൾ മരിച്ച വിഷയത്തിൽ സമരം നടത്തി ജയിച്ചതിന്റെ പേരിൽ ഇവിടെ ബാച്ചിലർ പാർട്ടി പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. മറുവശത്ത് ഇവരെ സഹായിച്ച ആളുകൾ പെട്ടിരിക്കുന്നു. ഈ കാണിക്കുന്നതൊക്കെ സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? മരണപ്പെട്ട കുട്ടികളുടെ ആത്മാവിന് ശാന്തി കിട്ടാനായിരിക്കും അല്ലേ? അപ്പോൾ പറയുന്നുണ്ട്, ഇതിന് പിന്നാലെ തന്നെ പറയുന്നുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയാണല്ലോ DJ എന്ന് ചോദിക്കുന്നുണ്ട്. ബ്രോ, CJPയുടെ യഥാർത്ഥ പ്രശ്നം BJP ആണ്, അല്ലാതെ ചോദ്യപേപ്പറോ പരീക്ഷയോ ആത്മഹത്യ ചെയ്ത കുട്ടികളോ അല്ല. ഇതെല്ലാം തട്ടിപ്പാണെന്ന്, ഇതിനൊക്കെ ക്യാഷ് എവിടെ നിന്ന് കിട്ടിയെന്ന് കൂടെ പറഞ്ഞു തരണം. മരിച്ച കുട്ടികളുടെ വീട്ടിൽ 1 കോടി രൂപ ഗവൺമെന്റ് കൊടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചല്ലോ. ഈ പരിപാടി നടത്തിയ തുക അവർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അടുത്ത സമരത്തിന് കിട്ടിക്കൊള്ളും എന്ന് പറയുന്നുണ്ട്. അതിന് അവന്മാരുടെ ഉദ്ദേശം അല്ലല്ലോ നടന്നത് എന്ന് പറയുന്നു. ഇതിന് എന്താ ബ്രോ പ്രശ്നം? മരിച്ചവർക്ക് വേണ്ടി ഒരു DJ പാർട്ടി അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു. കോൺഗ്രസ് പാർട്ടി കൊടുത്തു കാണും എന്ന് പറയുന്നവരുണ്ട്. പാർട്ടി നടന്നത് കൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായി എന്നും പറയുന്നവരുണ്ട്. CJP പാർട്ടി ചെയ്ത ആ കുടുംബത്തിന് വേണ്ടി, അതായത് CJP പാർട്ടി കോർഡിനേറ്റ് ചെയ്ത ആ കുടുംബത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ആശ്വാസത്തിന് അവരെ കാണാനെങ്കിലും, അല്ലെങ്കിൽ സമരത്തിൽ ഈ കുടുംബത്തിന്റെ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഇവരുടെ തട്ടിപ്പാണ്. ഇവർ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്ത പരിപാടിയാണ്. പക്ഷേ പണി പാളിപ്പോയി, അദ്ദേഹം രാജിവെച്ചു. ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ട് നടന്നില്ല. ഇനി ഇപ്പോൾ അടുത്ത് എന്തു പറഞ്ഞ് സമരം ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതുവരെ തീർന്നില്ലേ തന്റെ സങ്കടം എന്ന് ചോദിക്കുന്നു.